എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സൺഡേ, ഇന്ന് 10 മണി വരെ വാവുകുളിയുടെയൊക്കെ പൂജയും കാര്യങ്ങളും എല്ലാം അമ്പലങ്ങളിലെല്ലാം ഇന്നുണ്ട്. അത് കാരണം ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഞങ്ങളുടെ പരവൂർ ഞങ്ങളുടെ കൊല്ലാൽ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അമ്പലത്തിലെല്ലാം കയറി തൊഴുതു. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് താഴോട്ട് ഒരു പടവുകൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. അങ്ങനെ താഴോട്ട് അങ്ങോട്ടൊക്കെ വീടുകളുണ്ടെന്നാണ് തോന്നുന്നത്. വയലേലയാണോ എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് പോവുകയാണ് കൂട്ടുകാരെ. കാരണം നല്ല മരങ്ങളും ചെടികളും തോടിൻ്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ. അത് കാരണം ഞാൻ ഇറങ്ങി ഒരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കൂട്ടുകാരെ. നല്ല വ്യൂ ആണ്. ഇങ്ങോട്ടൊന്നും ആരുമില്ല, എനിക്ക് പേടിയും ഉണ്ട്. എന്നാലും ഞാൻ വീഡിയോ എടുക്കുകയാണ് കൂട്ടുകാരെ. ഇത് തോടല്ലേ മോനെ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല തോടാണ്. നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നു കൂട്ടുകാരെ. ഓ, സൂപ്പർ വ്യൂ, സൂപ്പർ വ്യൂ. തോടിൻ്റെ മുകളിലൊരു കുഞ്ഞു പാലം പോലെ പണിതിട്ടുണ്ട്. അങ്ങേ കരയിലുള്ള ആളുകളെല്ലാം ഈ പാലം കടന്ന് പോകുന്നു. ചെറിയ ഒരു പാലമാണ്. വെള്ളം ഇങ്ങനെ ഫ്ലോയിൽ വലിയ ഇടുങ്ങിയ ഒരു ഏരിയയാണ് കൂട്ടുകാരെ, ഇടുങ്ങിയ ഏരിയയാണ്. ഞാൻ ആരുമില്ല, സത്യം പറഞ്ഞാൽ പേടി തോന്നും. എന്നാലും ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇനി എന്ത് വന്നാലും ഒന്നുമില്ല. കാരണം ഇതൊക്കെയല്ലേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അമ്പലത്തിലെല്ലാം കയറി തൊഴുത് പൂജയൊക്കെ നടത്തി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇതുവഴി വന്നത്. കാരണം ഇന്നലെയില്ല ബലിയിട്ടതിന് ശേഷം തിലഹോമം നടത്താൻ എനിക്ക് പറ്റിയില്ല. അത് കാരണം ഇന്ന് ഞാൻ ഇതുവഴി വരികയാണ്. നല്ല പച്ച നിറഞ്ഞ പായലൊക്കെ പിടിച്ച് കിടക്കുന്ന കൂട്ടുകാരെ. വണ്ടർഫുൾ വ്യൂ, വണ്ടർഫുൾ. അവിടോട്ടൊക്കെ നല്ല വാഴയൊക്കെ വളർത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ അത്ര ആരോഗ്യമുള്ളതല്ല, എന്നാലും കുഴപ്പമില്ല കൂട്ടുകാരെ. ഞാനിവിടെ നിന്ന് ഈ വീഡിയോ എടുത്തിട്ട് അങ്ങ് തിരിച്ചു പോകും കൂട്ടുകാരെ. ഇതെന്താണെന്ന് കാണാനായിട്ടാണ് ഞാനിവിടെ വന്നത്. കണ്ടാ എല്ലാ കൂട്ടുകാരും കണ്ടാ? വെള്ളം നല്ല ഫ്ലോയിൽ ഒഴുകുന്നുണ്ട്. നല്ല കണ്ണീര് പോലിരിക്കുന്ന വെള്ളം കൂട്ടുകാരെ, കണ്ണീര് പോലിരിക്കുന്ന വെള്ളം. ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടുന്നത്. ഇന്ന് നല്ല വെയിലുണ്ട്. ആദ്യമേ രാവിലെ ഞാൻ വിചാരിച്ചു അമ്പലത്തിലൊന്നും പോകാൻ പറ്റത്തില്ല. കാലാവസ്ഥ കണ്ടപ്പോൾ ഭയങ്കര മഴയായിരുന്നു, തണുപ്പുമൊക്കെ ഉണ്ടായിരുന്നു. കുളിച്ച് റെഡിയാവാനൊക്കെ ചെറിയ മടിയുണ്ടായിരുന്നു. എന്നാലും വേണ്ടിയില്ല, ഞാൻ അമ്പലത്തിൽ പോകുമെന്നുള്ള ഒരു തീരുമാനം അങ്ങ് എടുത്തു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത് കൂട്ടുകാരെ. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടാ, ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ആരും എഴുന്നേറ്റില്ല. ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായത് ഈ അമ്പലത്തിൽ വന്ന് സത്യം പറഞ്ഞാൽ ഈ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ കൂടി കാണുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ. എന്താ കൂട്ടുകാരെ, ഞാൻ നിൽക്കുന്ന സ്ഥലം ഈ ചെറിയ തോടിൻ്റെ മുകളിൽ. അങ്ങ് ദൂരോട്ടെല്ലാം നെൽപ്പാടമാണോ എന്ന് എനിക്കറിയത്തില്ല. ബദാം മരം മധ്യത്ത് തന്നെ നിൽപ്പുണ്ട്. അങ്ങ് അകലെയായിട്ട് വലിയ മരങ്ങളെല്ലാം ഇടതൂർന്ന് നിൽക്കുന്ന വനം പോലെ കാണുന്നു. വനമൊന്നുമല്ല, എന്നാലും അങ്ങനെയാണ് കണ്ടാൽ ഫീൽ ചെയ്യുന്നത് കൂട്ടുകാരെ. അങ്ങായിട്ട് ആമ്പൽക്കുളം പോലെ അവിടെയെല്ലാം പായൽ വളർന്നു നിൽപ്പുണ്ട്. എല്ലാവരും ഈ സൗന്ദര്യം ഞാനിടുന്ന ഈ വീഡിയോ കണ്ട് ആസ്വദിക്കണം കൂട്ടുകാരെ. ഗംഭീരമായിട്ടുണ്ട് കൂട്ടുകാരെ. ഞാൻ കണ്ട പടവുകൾ കയറി കണ്ട. ഞാൻ ഇനി തിരിച്ച് കയറി പോവുകയാണ്, സ്റ്റെപ്പ് കയറി പോവുകയാണ് കൂട്ടുകാരെ. നല്ല വ്യൂ ആണ്, നല്ല വ്യൂ. വട്ട ഇലയാണ് കൂടുതലും, സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ എന്തോ പ്രവർത്തനമുണ്ട്. എന്തൊരു ഓഫീസാണെന്ന് എനിക്കറിയാൻ വയ്യ. അകത്ത് കയറിയാലേ അറിയാൻ പറ്റൂ. കണ്ണീര് പോലെ ഒഴുകുന്ന വെള്ളം ഒരിക്കൽ കൂടി കാണിക്കുന്നു കൂട്ടുകാരെ. എല്ലാവരും ഇത് ഞാനിടുന്ന ഈ വീഡിയോ കണ്ട് ആസ്വദിക്കണം. ഞാൻ ഇനി തിരിച്ചു പോവുകയാണ്. വീഡിയോ എടുക്കാനൊന്നും കൂടെ ആരുമില്ല. അത് കാരണം ഞാൻ തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ എടുക്കുകയാണ്. പടവുകൾ കണ്ടാൽ കൂട്ടുകാരെ, ഞാൻ ഈ പടവുകൾ ഇങ്ങനെ കയറുകയാണ്. കാരണം
ഇഴജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നും കൂടെ ഒന്ന് കെയർ ചെയ്യണം. വീഡിയോയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എങ്ങനെ വീണ ആരും കാണത്തുപോലുമില്ല. ഉണ്ടാ ഉണ്ടാ കൂട്ടുകാരെ, പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റിൽ സോപാനം പാടുമ്പോൾ എന്നുള്ള പാട്ട് എൻ്റെ മനസ്സിൽ വന്ന് ഞാനത് പാടിയതാ സ്റ്റെപ്പ് കയറുന്നു. സ്റ്റെപ്പുകൾ ഞാൻ കയറി വരികയാണ്.